ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ഒരു മനുഷ്യനെക്കുറിച്ച് നിറച്ച് പോസ്റ്റുകളാണ്. എന്തോ ഒരു ചദ്ദ, അശോക് ചദ്ദ എന്നാണ് തോന്നുന്നു. ആ ഒരു മനുഷ്യനെക്കുറിച്ചാണ്, അദ്ദേഹം പാർട്ടി മാറിയതിനെക്കുറിച്ചാണ്. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് പോലും ഇദ്ദേഹം പാർട്ടി മാറിയതിന് ശേഷമാണ്. നമ്മെപ്പോലൊക്കെ ജീവിച്ചു പോകുന്ന ഒരേ മനുഷ്യന്മാർ, അതിനിടയിൽ ഇവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. എന്തായിരുന്നു അവരുടെ പേര്? വി ഡി സതീശൻ മുഖ്യമന്ത്രി വരുന്ന കേരളം മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി മുഖ്യമന്ത്രി കസേരക്കടി ഒരുപാട് മനുഷ്യന്മാർ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊട്ടന്മാരെ പോലെ ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുക. ചദ്ദ പാർട്ടി മാറിയതോ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നതോ ഒന്നും അല്ല നമ്മുടെ വിഷയം. അതൊക്കെ നമുക്ക് വേണ്ടിയാണ്. ഓരോ പാർട്ടിയും മനുഷ്യർക്ക് വേണ്ടിയാണ്. ഇവിടെ ഏറ്റവും വലിയ നേതാവ് ഓരോ മനുഷ്യനുമാണ്. നമ്മുടെ സമയം ഇതുപോലെ യൂസ്ലെസ് ആയിട്ടുള്ള ടോക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ അതിനുവേണ്ടി എനർജി കളയാനോ വേണ്ടിയല്ല. ഓരോ മനുഷ്യനും ഓരോ ആൾക്കാരും പാർട്ടി മാറുന്നതും പാർട്ടിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊക്കെ പിന്നിൽ ആ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും അവരുടേതായ നീഡ്സും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് ആ വ്യക്തിയാണ്. ഓരോ വ്യക്തിയും ഒരു നേതാവെന്ന് പറയുന്നൊരു വ്യക്തിയെ അതുക്കും മേത് നിങ്ങളാണ് എന്നുള്ളൊരു വിശ്വാസവും ആ ഒരു ബോധ്യവും ഉണ്ടാകുമ്പോഴേ നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്നു ചേരുന്ന യൂസ്ലെസ് ടോക്കുകളിലൂടെ നമ്മൾ സമയം കടന്നു പോവാതെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാ യൂസ്ലെസ് ടോക്കുകളാണ്. ഒരു ഭരണം വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ഭരണം ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടിയാണ്, അല്ലാണ്ട് ഭരണകർത്താക്കൾക്ക് വേണ്ടിയല്ല. ഭരണകർത്താക്കൾക്ക് ഇവിടെ ഒരു പ്രാധാന്യവുമില്ല. ഭരണകർത്താക്കൾ നമ്മൾ ഓരോരുത്തരെയും പോലെ കുറേ മനുഷ്യന്മാർ, അവർ വരുന്നു, മാറുന്നു, പോകുന്നു, വരുന്നു, അതിനപ്പുറമൊന്നുമില്ല. ആ വ്യക്തികൾക്ക് അവിടെ ഒരു പ്രാധാന്യമില്ല. ആ പൊസിഷനാണ് പ്രാധാന്യം. ഈ പൊസിഷൻ അത് ഓരോ മനുഷ്യനും അർഹപ്പെട്ടതാണ്. ഓരോ VIP ആയ മനുഷ്യനും അർഹപ്പെട്ടതാണ്. ആ പൊസിഷനിലേക്ക് ചില മനുഷ്യർ വരുന്നു. ആ വ്യക്തികൾക്ക് അതിൽ റോളില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാ വ്യക്തികളും ഒരുപോലെയാണ്. എത്ര വലിയ ഭരണാധികാരികളൊക്കെ കടന്നുപോയി ഇന്ന് മണ്ണിനടിയിൽ അവർ വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചാരമായി അവർ ഒഴുകിപ്പോയി. ഇത്രയേ ഉള്ളൂ ജീവിതം. നമ്മൾ ഈ അനാവശ്യ ടോക്കുകളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബൈ.